വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന ചടങ്ങിൽ RSSന്റെ ഗണഗീതം പാടിയതിൽ വിവാദം കത്തിക്കയറുകയാണ്. വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. എന്നാൽ പാട്ടിനെയും പാടിയതിനെയും ന്യായീകരിക്കുകയാണ് BJP നേതാക്കളെല്ലാം. ദേശഭക്തിഗാനമാണ് പാടിയതെന്ന് വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പലും പ്രതികരിച്ചു. ഇത് പെട്ടെന്ന് വിളിച്ചോണ്ടൊന്ന് പാടിയതല്ല. 1-2 ആഴ്ചക്കാലത്തെങ്കിലും മിനിമം റിഹേഴ്സൽ ഇതിന് നടത്തി കാണും. ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ. കേരളത്തെ വീണ്ടും നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. അവർക്ക് അന്നേരം അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ, അല്ലേ? കുട്ടികൾക്കും അവരുടേതായ റൈറ്റ് ഉണ്ട്. അവരെ ഇതിൽ വലിച്ചിഴിക്കുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ വെച്ച് അവരെ പോകുമ്പോൾ അവർക്കിപ്പോൾ ഒരു പട്ടം വീണ്ടും വീണിരിക്കുകയാണ് സംഘിക്കുട്ടികൾ. പക്ഷേ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാലയത്തിന്, സ്കൂളിന് നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, സർക്കാർ ഇപ്പോൾ പറയുന്നത് ഒരു അന്വേഷണം നടത്തി നടപടിയിലേക്ക് കടക്കുമെന്നാണ്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? സ്മൃതി, വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSSന്റെ ഗണഗീതം പാടിപ്പിച്ചത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്നാണ് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഗാനം ആലപിച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്നത് CBSE അഫിലിയേറ്റഡ് ആയ കൊച്ചി എളമക്കരയിലെ സരസ്വതി വിദ്യാനികേതൻ എന്ന സ്കൂളിലാണ്. സ്വാഭാവികമായും ഇത്തരം സ്കൂളുകളുടെ കാര്യത്തിൽ നയപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട്. എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ വിശദീകരണം തേടും. അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി എടുക്കണം എന്നത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരല്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ മന്ത്രാലയമാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരും എന്ന കാര്യം ഉറപ്പാണ്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.